കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ ജാമ്യ വ്യവസ്ഥകളിൽ എറണാകുളം വിചാരണ കോടതിയിൽ വാദം തുടരുകയാണ്. പ്രതിയുടെ ജയിൽ മോചനം അതിജീവിതയ്ക്ക് ഭീഷണിയാകരുത് എന്നും കടുത്ത ജാമ്യ വ്യവസ്ഥകൾ വേണം എന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥകൾ നിർണ്ണയിക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, പ്രോസിക്യൂഷൻ എത്ര ശക്തമായി ആവശ്യപ്പെട്ടാലും ഇപ്പോൾ കോടതിയുടെ മനസ്സെന്ത് എന്ന് സൂചന നൽകുന്നതാണോ ഈ പരാമർശം? ഏറെക്കുറെ അങ്ങനെ തന്നെ പറയാൻ വേണു. അതായത് ഈ വിചാരണ കോടതിക്ക്, ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് തന്നെ ഒരു സംശയമുണ്ടെന്ന് തോന്നുന്നു. അതായത് സുപ്രീം കോടതി അവരെ വിമർശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആദ്യം തന്നെ ആ കോടതി ആ സംശയം തീർക്കാനാണ് അവസരം ഉപയോഗിച്ചത്. സുപ്രീം കോടതി വിചാരണ കോടതിയെ വിമർശിച്ചത് എവിടെയാണ് എന്ന് ഒരു ചോദ്യം ചോദിച്ചു. അത് ഉറപ്പായും മാധ്യമങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ് ജഡ്ജ് അത് ചോദിച്ചതെന്ന ഉറപ്പാണ്. കാരണം മാധ്യമങ്ങളിൽ അത്തരത്തിൽ വാർത്ത വന്നിരുന്നു. കോടതിക്ക് ആ സംശയം മാറ്റണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പ്രശംസിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് എന്ന് പറഞ്ഞു വയ്ക്കുക കൂടി ചെയ്തതിന് ശേഷമാണ് ഈ കേസിലേക്ക് പോലും കോടതി കടക്കുന്നത്. ഇനി ആ വിചാരണ ഇപ്പോൾ ഈ നടന്ന വാദത്തിലേക്ക് വരികയാണെങ്കിൽ, സർക്കാരിന്റെ വാദം കടുത്ത ജാമ്യ വ്യവസ്ഥകൾ വേണം എന്നുള്ളത് തന്നെയായിരുന്നു. പ്രതിയുടെ ജയിൽ മോചനം അതിജീവിതയുടെ ജീവന് ഭീഷണിയാകരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. ഒരു തരത്തിലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറരുത് എന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചു. തുടർന്ന് കോടതിയാണ് പറഞ്ഞത്, പ്രതി ഒരു കാരണവശാലും സാക്ഷികളെ ഭീഷണിപ്പെടുത്തരുത്, സമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പോലീസ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. സുനിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന പ്രോസിക്യൂഷൻ ഒരു നിലപാട് മുന്നോട്ട് വെച്ചു. അതായത് സുനി പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന രീതിയിൽ സുനിയെ സദാസമയവും നിരീക്ഷിക്കുക എന്നൊരു തന്ത്രം പോലീസിന്റെ ഭാഗത്തു ഉണ്ടായി. പക്ഷേ കോടതി അത് വകവെച്ച് കൊടുക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കടുത്ത ജാമ്യ വ്യവസ്ഥകൾ വേണം എന്നൊരു ആവശ്യത്തോട് ഇപ്പോൾ ഈ നിമിഷം കോടതി അനുകൂലമായല്ല പ്രതികരിക്കുന്നത്. സുരക്ഷ ഉറപ്പാക്കാൻ കോടനാട് പോലീസിനോട് നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത്തരം പരാതികൾ കോടതിക്ക്, അതായത് ഈ സുനിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന തരത്തിലുള്ള പരാതികൾ കോടതിയുടെ മുന്നിൽ ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് കോടതി ചെയ്തത്. സുനി എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടതുണ്ടോ എന്ന മറുചോദ്യമാണ് കോടതിയിൽ നിന്നും വരികയുണ്ടായത്. പൗരന്റെ ജീവൻ രക്ഷിക്കാൻ പോലീസിനും സ്റ്റേറ്റിനും ഉത്തരവാദിത്തമുണ്ട് എന്നൊരു മറുപടി കൂടി പോലീസ് നൽകുന്നു. അതായത് സുനിയെ സദാസമയവും ജയിലിൽ നിന്നിറങ്ങിയാലും നിരീക്ഷിക്കാൻ പോലീസ് ഒരു വശത്ത് പണിപ്പെടുമ്പോൾ ഒരു കാരണവശാലും കടുത്ത ജാമ്യ വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകില്ല എന്നൊരു നിലപാടിലേക്ക് കോടതി എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എല്ലാ ദിവസവും സുനി പോയി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടണം എന്നൊരു വ്യവസ്ഥ വയ്ക്കാൻ പോലീസ് നിർബന്ധം പിടിക്കുന്നുണ്ട്. അത് അംഗീകരിച്ച് നൽകാനുള്ള സാധ്യത ഇതുവരെയും കാണുന്നില്ല. ഇപ്പോഴും അതിൽ വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു അല്പസമയം കൂടി കാത്തിരുന്നാൽ അറിയാം കടുത്ത ജാമ്യ വ്യവസ്ഥകളുണ്ടോ അതോ സാധാരണ എല്ലാ തടവ് പുള്ളികളും ഈ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതേ വ്യവസ്ഥ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കരുത് തുടങ്ങിയ ഈ കാര്യങ്ങൾ മാത്രമേ, വ്യവസ്ഥകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് തൽക്കാലം കോടതി ചെവി കൊടുക്കുന്നില്ല. ശരി, പൾസർ സുനിക്ക് കർശന ജാമ്യ വ്യവസ്ഥകൾ നൽകുന്നതിന് സെഷൻസ് കോടതി മടി കാണിക്കുകയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളെ. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.